പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവൻ കാത്തു പരിപാലിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സർവ്വജനങ്ങളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് അർപ്പ് വിളിക്കുവൻ. അവിടുത്തെ നാമത്തിന് മഹത്വം പ്രകീർത്തിക്കുവൻ. സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവൻ. അവിടുത്തെ പ്രവൃത്തികൾ വന്ന് കാണുവിൻ. മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ ഭീതിജനകമാണ്. ജനതകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. അവിടുത്തെ സ്തുതിക്കുന്ന സ്വരം ഉയരട്ടെ. നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ പ്രമാണങ്ങൾ വിശ്വസ്തമാണ്. വിശ്വസ്തയോടും പരമാർത്ഥയോടും കൂടി പാലിക്കുവാൻ അവയെ എന്നേക്കുമായി അവിടുന്ന് സ്ഥാപിച്ചിരിക്കുന്നുവെന്ന് 111 സങ്കീർത്തനത്തിലെ 7-8 വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവിടുത്തെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ്. വിശ്വസ്തയോടും പരമാർത്ഥ ഹൃദയത്തോടും കൂടി പാലിക്കപ്പെടുവാൻ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കുവാനായി വിളിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ വഴിയിലൂടെ നടത്തണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഇന്നത്തെ ദിവസം ഞങ്ങളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ. രോഗങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും അപകടങ്ങളെ കാത്തുകൊള്ളണമേ. ഈ ദിവസം മുഴുവനും നിൻ്റെ ദൂതന്മാരെ ഞങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് അയക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ ഹിതം അനുവർത്തിച്ച് ജീവിച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ അങ്ങ് സർവാധീനമാണെന്നും സർവശക്തനാണെന്നും അത്യുന്നതമാണെന്നും പ്രഖ്യാപിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.